നൊയമ്പുകാലം 3-ാം വാരം വ്യാഴം. തിരുവചനം: അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 14-ാം തിരുവചനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഊമനായ ഒരുവനെ യേശു സുഖപ്പെടുത്തിയപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നതിന് പകരം ബീൽസെബൂബിനെ കൊണ്ടാണ് യേശു സൗഖ്യം നൽകിയത് എന്ന് ആരോപണം ഉന്നയിച്ച് കുറച്ചുപേർ ജനങ്ങളെ വഴിതെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ബൈബിളിൽ പിശാചിന് പല പേരുകൾ കാണാം. നുണയൻ, നുണയുടെ പിതാവ്, കള്ളം പറയുന്നവൻ, കൊലപാതകി, ദുഷ്ടൻ, പ്രലോഭകൻ. കൗശലക്കാരനായ പിശാച് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രലോഭനങ്ങളുടെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ടിരിക്കും. ആദ്യ മാതാപിതാക്കന്മാരോട് ദൈവത്തെ പോലെ ആകാം എന്ന് പറഞ്ഞു. ഉയർന്നു ചെന്ന് ദൈവത്തെ താഴെ ഇറക്കുവാൻ ബാബേൽ ഗോപുരം പണിതു. അസൂയയുടെ ചെറിയൊരു ഡോസ് കൊടുത്തപ്പോൾ കായൻ ആബേലിനെ വധിച്ചു. ഒരിക്കൽ വീണ് കിട്ടിയാൽ അടുത്ത വീഴ്ച എളുപ്പമായിരിക്കും. ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ബീർഷബയുമായി പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഊറിയായുടെ വധം പെട്ടെന്ന് നടന്നു കിട്ടി. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. യേശുവിൻ്റെ 2 നിരീക്ഷണങ്ങൾ നമുക്ക് ഓർമ്മിക്കാം. പുറത്തുപോയ ദുഷ്ടാത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടന്നാലും അവസാനം ദുഷ്ടരായ 7 ആത്മാക്കളോടുകൂടി തിരിച്ചു വന്ന് പഴയ മനുഷ്യൻ്റെ ഭവനത്തിൽ കയറി വാസം ഉറപ്പിക്കും. ആകയാൽ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ച് കീറി ചിന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവയെ മനസ്സിലാക്കാം.